നമസ്കാരം. തൃശൂർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങ് നടക്കവേ ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചു നിന്ന് പരസ്യമായി മദ്യപിക്കുന്ന ഒരു വാർത്ത, ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലായി. അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ലേറ്റ് ആയിപ്പോയി, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. എനിക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പേഴ്സണലായിട്ട് മെയിൽ ചെയ്യുകയും ചെയ്തു, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് പറയണം. ഈ ക്ഷേത്രത്തിൽ നമ്മൾ കാണിക്കുന്ന അപമര്യാദകളെ പറ്റി പല സമയത്തായി ഞാൻ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടി വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കേണ്ട ഒരു അവസരമാണെന്ന് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇടത്താണ് ചെറുപ്പക്കാരും മധ്യവയസ്കരും വൃദ്ധരും ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്യ മദ്യപാനം നടത്തുന്നത്. ആയിരക്കണക്കിന് പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു ക്ഷേത്ര പരിസരത്താണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും മറ്റ് ആളുകൾക്കും ഇടയിൽ നിന്നുകൊണ്ട് ഇവർ പരസ്യമായി മദ്യപിക്കാൻ ധൈര്യം കാണിച്ചത്. ഒരു ക്ഷേത്രം എന്തിനുള്ളതാണ്, ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനാണ്, ക്ഷേത്രത്തിലെ ഉത്സവം എന്താണ്, ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകൾ എന്തിനൊക്കെയാണ് എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത ആളുകളാണ് ഭൂരിപക്ഷം ക്ഷേത്ര ദർശനം നടത്തുന്ന അല്ലെങ്കിൽ ക്ഷേത്രം സന്ദർശിക്കുന്ന ഭക്തർ എന്ന് അവകാശപ്പെടുന്ന മനുഷ്യർ. ഇവരെയൊന്നും ഭക്തരുടെ ഗണത്തിൽ കൂട്ടാൻ പറ്റുകയുമില്ല. ആവേശം കൊള്ളാൻ വേണ്ടി, ആഘോഷമാക്കാൻ വേണ്ടി കല്യാണവും പാലുകാച്ചും അല്ലെങ്കിൽ കുഞ്ഞിന്റെ നൂലുകെട്ടും പോലെയുള്ള ചടങ്ങുകൾ പോലെ ഒരു ചടങ്ങാണ് ക്ഷേത്രത്തിലെ ഉത്സവം. ക്ഷേത്ര പരിസരത്ത് നിന്ന് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആഘോഷം കളറാക്കാം എന്നൊരു ചിന്തയൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ഈ അടുത്തായി വളരെ അധികം കടന്നുകൂടിയിട്ടുണ്ട്. മദ്യപിച്ച് ക്ഷേത്ര പരിസരത്ത് പൂണ്ട് വിളയാടുന്ന ആളുകളുടെ കാഴ്ച അത് പുതിയതൊന്നുമല്ല. പക്ഷേ മദ്യപിക്കുകയാണ് പരസ്യമായിട്ട് നിന്ന്, സ്ത്രീകളുടെയും ആളുകളുടെയും ഇടയിൽ നിന്ന് പരസ്യമായിട്ട് മദ്യപിക്കാൻ വരെ ഇവർ ധൈര്യം കാണിക്കുകയാണ്. ആ വീഡിയോയിൽ കൃത്യമായിട്ട് അത് കിട്ടിയിട്ടുണ്ട്. ഇവർ പിന്നീട് അത് നിഷേധിക്കുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ആ വീഡിയോയിൽ അതിനുള്ള തെളിവുണ്ട്. ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് സമാധാനവും ശാന്തതയും കൊണ്ട് നിറയേണ്ട ഇടമാണ്. സമാധാനത്തിനും ശാന്തതയ്ക്കും വേണ്ടിയാണ് ആളുകൾ അവിടം തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ബീച്ചിലോ പാർക്കിലോ പോകുന്നത് പോലെ തിരഞ്ഞെടുക്കാൻ സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ ക്ഷേത്രം എന്നതല്ല അതിൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെ ദയവ് ചെയ്ത് അങ്ങനെയുള്ളവർ പോകാതിരിക്കുക. ക്ഷേത്രത്തിൽ എന്തിനാണ് ചെരുപ്പ് പുറത്തൂരിയിട്ടിട്ട് പോകുന്നത്? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഒരു ഇടമാണ്. അവിടെ നമ്മൾ മര്യാദ കൊടുക്കണം. നമ്മൾ ഭൗതികമായ നമ്മുടെ അശുദ്ധികളെ എല്ലാം നമ്മൾ ഉപേക്ഷിച്ച് അകത്തേക്ക് കയറുന്നു എന്നതാണ് ആ ചെരുപ്പ് പുറത്തൂരി വെച്ചിട്ട് നമ്മൾ കാൽ കഴുകിയിട്ട് പോകുന്നത്. ആ ക്ഷേത്രത്തിൽ ചെന്ന് ദർശനം നടത്തിയതിന് ശേഷം കുറേ സമയം നമ്മൾ അവിടെ ഇരുന്നതിന് ശേഷം, ചെലവഴിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന് പറയുന്നത് എന്തിനാണ്? അവിടുത്തെ ഒരു പോസിറ്റീവ് എനർജി നമ്മിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ്. അവിടെ ചെന്ന് മൊബൈൽ ഫോണിൽ ഉച്ചത്തിൽ കോളുകൾ വരിക, പാട്ടുകൾ വെക്കുക, മറ്റുള്ളവരുടെ പരദൂഷണം പറയുക, ഉച്ചത്തിൽ സംസാരിക്കുക, ഉന്തും തള്ളും ഉണ്ടാക്കുക, ആകെ വിയർക്കുക, ഇതൊക്കെ ക്ഷേത്ര ദർശനത്തിൻ്റെ പരിശുദ്ധി ഇല്ലാതാക്കുന്ന കാരണങ്ങളാണ്. സ്ത്രീകളാണെങ്കിൽ മുടി അഴിച്ചിട്ടിട്ട് ക്ഷേത്രത്തിൽ കയറരുത് എന്ന് പറയും. അതും ആ ഒരു പരിശുദ്ധി, ആ ഒരു വൃത്തിയുടെ ഘടകവുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ക്ഷേത്രത്തിൽ പ്രസാദം നൽകുന്ന ഏർപ്പാടൊക്കെ ഉണ്ട്, എല്ലാവർക്കും അറിയാം. അവിടെ എല്ലാം വളരെ വൃത്തിയോടുകൂടി ശുദ്ധിയോടുകൂടിയുമാണ് ചെയ്യുന്നത്. അവിടെ നമ്മളുടെ ഒരു തലമുടി പോലും പൊഴിഞ്ഞു വീഴാൻ പാടില്ല. അതുകൊണ്ട് തുമ്പ് കെട്ടിയിട്ടാണ് ക്ഷേത്രത്തിൽ സ്ത്രീകൾ പോകേണ്ടതെന്ന് പറയും. ഇപ്പോൾ കുട്ടികളൊന്നും അതൊന്നും ശ്രദ്ധിക്കാറില്ല. അഴിച്ചു വാരിയിട്ട് ഒരു സ്ലീവ്ലെസ് ഡ്രസ്സും ഒക്കെ ഇട്ടുകൊണ്ട് എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടി പോകുകയാണ്. നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പാലിക്കേണ്ട ഒരു ഡ്രസ് കോഡുണ്ട്. ഏറ്റവും വൃത്തിയുള്ള ഒരു ഡ്രസ്സായിരിക്കണം. ആ ക്ഷേത്ര ദർശനത്തിനോട് ഇണങ്ങുന്ന തരത്തിലുള്ള ഡ്രസ്സായിരിക്കണം നമ്മൾ ധരിക്കേണ്ടത്. ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ പോകുന്നത് ആഡംബരം കാണിക്കാനല്ല. ചില ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ വരെയുണ്ട്. ചില ക്ഷേത്രങ്ങളിൽ എന്നല്ല, എവിടെയാണെങ്കിലും ദൈവത്തിനേക്കാൾ മുകളിലാണ് ഞാൻ എന്നുള്ള അഹംഭാവത്തോടു കൂടി, ആഡംബരത്തോടു കൂടി ആരും പോകാൻ പാടില്ല. ലളിതമായിട്ട് വേണം നമ്മൾ പോകാൻ. തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ പോലും ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അധികാര സ്ഥാനത്തിരിക്കുന്നവരോ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോ ദർശനം നടത്തിയാൽ അവരുടെ അധികാരം പൂർണ്ണമായിട്ടും പോകും, പദവി പൂർണ്ണമായിട്ടും പോകും. കാരണം പദവിയുടെ അഡ്രസ്സിൽ പ്രത്യേക പരിഗണനയോടുകൂടി അവിടെ ചെന്ന് ദൈവത്തെ, ശിവനെ സ്തുതിക്കുമ്പോൾ, ശനീശ്വരനെ സ്തുതിക്കുമ്പോൾ തന്നേക്കാൾ മുകളിലാണ് ഞാൻ എന്നുള്ള ഒരു പദവി അവിടെ
അവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ആ പദവി നഷ്ടപ്പെട്ടതിന് ഏറ്റവും അവസാനമായിട്ടുള്ള ഉദാഹരണമായിട്ട് പിണറായി വിജയനെ പോലും നമുക്ക് എടുക്കാം. ഈ ചരിത്രത്തിൽ അവർ നേരിട്ടിട്ടില്ലാത്ത വലിയൊരു വീഴ്ചയാണ് അവർക്ക് സംഭവിച്ചത്, തകർച്ചയാണ് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഒക്കെ അവിടെ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ചില ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്, വിശ്വസിക്കേണ്ടതുണ്ട്, അതിനെയൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. ഈ ക്ഷേത്രത്തിൽ നിന്ന് മദ്യപിച്ചവന്മാർ കാണിച്ചത് അസൽ പോക്രിത്തരമാണ്. ഇതിനെതിരെ എന്ത് ആക്ഷൻ എടുത്തു, എന്ത് ആക്ഷൻ എടുക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതിനൊന്നും സാധ്യതയില്ല. ഇവിടെ അങ്ങനെയാണ്. ചില കാര്യങ്ങൾ, ഗൗരവമുള്ള കാര്യങ്ങൾക്ക് നിസാരമായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നതിലൂടെയാണ് ഇവിടെ കുറ്റകൃത്യങ്ങളെ വളർത്തുന്നത്. ഈ സംഭവം കഴിഞ്ഞ് ഒരു ദിവസം പിന്നിട്ടിട്ടും മാധ്യമപ്രവർത്തകർ ദേവസ്വം ബോർഡിനോടും അവിടുത്തെ ഭരണസമിതിയോടും ക്ഷേത്ര ഭരണസമിതിയോടും ഒക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതൊന്നും തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന അഴകുഴമ്പൻ ന്യായമാണ് അവരും പറഞ്ഞത്. എന്തൊരവസ്ഥയാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഈ മദ്യപിച്ച് ഇവരവിടെ കിടന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ, ആർക്കെങ്കിലും ദേഹോപദ്രവം സംഭവിച്ചാൽ അപ്പോഴും ഇവരിങ്ങനെ പറയുമോ? എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ തന്നെ മദ്യപിക്കാനുള്ള സ്ഥലമാണോ ഇത്? ഇവർക്ക് വേറെ എവിടെയും ഇടം കിട്ടാഞ്ഞിട്ടാണോ? അതും ക്ഷേത്ര ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിനിടെ നിന്ന് മദ്യപിക്കണമെങ്കിൽ ഈ നാട്ടിൽ എന്തും നടക്കുമെന്നുള്ള ധൈര്യം അവർക്കിരുന്നിട്ടല്ലേ? ക്ഷേത്രത്തിൽ ചെന്നിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ, ക്ഷേത്രത്തിന് പുറത്താണെങ്കിൽ പോലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു മഹാപാപം ചെയ്താൽ, ഒരു തെറ്റ് ചെയ്താൽ അതിനുള്ള ശിക്ഷ നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ക്ഷേത്ര പരിസരത്ത്, ക്ഷേത്ര നടയിൽ, പരിസരമല്ല പടിഞ്ഞാറെ നടയിലാണ് ഇവരിങ്ങനെ നിന്ന് ചെയ്യുന്നത്. അതിൽ ദൈവത്തിനുള്ള പങ്ക്, ആ ശിക്ഷയിൽ ദൈവത്തിനുള്ള പങ്ക് എന്താണെന്നും അവരനുഭവിച്ച് തന്നെ അറിയും. പ്രകൃതി ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചെയ്യുന്നത്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ചിട്ടയുണ്ട്, രീതിയുണ്ട്. അതിനെതിരെ പോകാൻ നിങ്ങൾ തുനിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും. കള്ളു കുടിച്ച് അഴിഞ്ഞാടാൻ ആഗ്രഹിക്കുക എന്നുള്ളതൊക്കെ വ്യക്തിപരമായ ചോയ്സാണ്. അതിന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏതാണ് എന്നതിൽ മാത്രമാണ് ഞങ്ങളൊക്കെ അഭിപ്രായം പറയുന്നത്. ക്ഷേത്രം അതിനുള്ളതാണോ എന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് കള്ളു കുടിച്ച് ഉല്ലസിക്കാനുള്ള, ആഘോഷിക്കാനുള്ള ഒരിടമാണോ, ബാറാണോ ക്ഷേത്രം? ബാറിനോട് ഉപമിക്കുകയാണോ നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ നടയെ? ആ മദ്യപിച്ച് അതിൻ്റെ ഒരു ഉന്മാദത്തിൽ അങ്ങ് ചെണ്ടമേളമൊക്കെ ആസ്വദിക്കുകയാണ്, ആ ഒരു ലഹരിയിൽ. എന്തു കേമന്മാരാണ്, എന്തൊരു കേമത്തരമാണ് ചെയ്യുന്നത്. എന്തോ വലിയ കാര്യം സാധിക്കുന്നത് പോലെ, എന്തോ ഒരു ഹീറോയിസം കാണിക്കുന്നത് പോലെയാണ് തെമ്മാടിത്തരം കാണിക്കുന്നത്. മനുഷ്യരുടെ ധാർമ്മികത എത്രത്തോളം അധപതനത്തിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണിത്. ഇവിടെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, ചിന്തിക്കാൻ പോലും പാടില്ലാത്ത കാര്യം ചെയ്തു കാണിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ സമൂഹം എത്രത്തോളം നിലവാരമില്ലായ്മയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. മലയാളികളല്ലേ ഈ ചെയ്യുന്നത്, മനുഷ്യരല്ലേ ഈ ചെയ്യുന്നത്, നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ആളുകളല്ലേ ഈ ചെയ്യുന്നത്. അപ്പോൾ നിയമത്തെയും നിയമപാലകരെയും ഒന്നും പേടിയില്ല എന്നത് മാത്രമല്ല, ദൈവത്തെ പോലും വകവയ്ക്കാത്ത രീതിയിലേക്ക് ഇരുകാലി മൃഗങ്ങൾ മാറിയിരിക്കുന്നു. ചെന്ന് നിന്ന് പ്രാർത്ഥിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ പറയാനും വേണ്ടി മാത്രമുള്ള ഇടമല്ല ക്ഷേത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതിയല്ലോ. ക്ഷേത്രത്തിൽ പോകുന്നത് ആ ആത്മീയതയുടെ ഒരു കൂടിയ ഡിഗ്രി അനുഭവിച്ചറിയാനും, നമ്മുടെ ഒരു ആത്മാവിനെ തിരിച്ചറിയാനും, അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകത അനുഭവിച്ചറിഞ്ഞ് അതിലൂടെ ഉണ്ടാകുന്ന ഒരു ഊഷ്മളമായ അനുഭവം നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാനും കൂടിയാണ്. ഇതൊക്കെ ആരോടാണ് പറയുന്നത്, ആരോടാണ് പറയേണ്ടത്? ഈ ഭക്തി എന്നുള്ള കാര്യം എന്താണ് എന്നറിയാവുന്നവരോടല്ലേ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ചുമ്മാതെ കുറി തൊട്ട് ഒരു കാവ്യം കൊണ്ട് കൊടുത്ത് ക്ഷേത്രത്തിലോട്ട് ചെന്ന് നിന്നാൽ ഒരു ഭക്തനായോ? രുദ്രാക്ഷം കഴുത്തിലിട്ടാൽ ഭക്തനായോ? ഒന്നുമല്ല. എന്താണ് ഈശ്വരൻ? എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്? ക്ഷേത്ര ദർശനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ക്ഷേത്രങ്ങൾ എന്തിനാണ് എന്നറിയാമെങ്കിലല്ലേ ഒരു ഭക്തൻ എന്താണെന്ന് അറിഞ്ഞിട്ട് കാര്യമുള്ളൂ. ക്ഷേത്രങ്ങളിൽ പൊതുവായിട്ട് കാണപ്പെടുന്ന ഒരു സംഗതിയാണിത്. ഇങ്ങനെ ക്ഷേത്ര ആചാര മര്യാദകളൊന്നും പാലിക്കാതിരിക്കുക എന്നുള്ളത്. പലതരത്തിൽ അത് കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ വസ്ത്രം ധരിക്കുന്നതിൽ അത് പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. നമ്മുടെ ആഡംബരം കാണിക്കാനല്ല ക്ഷേത്രങ്ങൾ, അതൊന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. പിന്നെ സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ മുടി അഴിച്ചിട്ട് ക്ഷേത്രങ്ങളിൽ കയറരുത്, അങ്ങനെ കയറാൻ പാടില്ല. ചില ആചാരങ്ങൾ അതുപോലെ, മര്യാദകൾ അതുപോലെ പാലിക്കേണ്ട ചില ഇടങ്ങളുണ്ട്, അവിടെ പാലിച്ചേ മതിയാവൂ. അങ്ങനെ പാലിക്കാൻ പാടില്ല, പറ്റില്ല എന്നുള്ളവർ അവിടെ പോകാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഭക്തി മനസ്സിലുണ്ടെങ്കിൽ, ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനകത്തിരുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അത് പ്രാർത്ഥിക്കുക.
നമ്മളൊരു മത്സ്യവും മാംസവും ഒക്കെ കഴിച്ചിട്ട് ക്ഷേത്ര ദർശനം നടത്തുമോ? ഇല്ല. നമ്മൾ കുളിക്കാതെ ക്ഷേത്ര ദർശനം നടത്തുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഭൗതിക ശുദ്ധിക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെയാണ് നമ്മുടെ ചിന്തയിലും നമ്മുടെ പ്രവൃത്തിയിലും ഒക്കെയുള്ള വൃത്തി. പഞ്ചശുദ്ധി എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതൊന്നും മനസ്സിലാക്കാതെ ക്ഷേത്രത്തിൽ കിടന്ന് പൂണ്ട് വിളയാടാൻ പോകുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും തന്നെ ദോഷം ചെയ്യുന്ന കാര്യമാണ്. മഹാപാപം ചോദിച്ചു വാങ്ങി തലയിൽ വെക്കാതിരിക്കുക. നിയമം പുറത്തു തന്നാലും, അവിടുത്തെ ഭരണസമിതി പുറത്തു തന്നാലും, നാട്ടുകാർ പുറത്തു തന്നാലും ക്ഷമിച്ചു തരാത്ത ഒരു ശക്തി മുകളിലുണ്ട് എന്ന് വിശ്വസിക്കുക, ഭക്തരാണെങ്കിൽ.